TDSും TCSും ഒന്നാണോ? അല്ലെങ്കിൽ ഇതാരാണ് കളക്ട് ചെയ്യേണ്ടത്? ഒരു സ്ഥലത്ത് ഡിഡക്ഷനും ഒരു സ്ഥലത്ത് കളക്ഷനുമാണ് നടക്കുന്നത്. പേയ്മെന്റ് ഗവൺമെന്റിലേക്ക് ചെയ്താൽ മാത്രം പോരാ, TDS റിട്ടേണും ഫയൽ ചെയ്യണം. നോൺ സാലറി പേയ്മെന്റ്സ് ആണെങ്കിൽ 26Qവും സാലറി പേയ്മെന്റ്സ് ആണെങ്കിൽ 24Q. അടുത്തത് TCS, ടാക്സ് കളക്ടഡ് അറ്റ് സോഴ്സ്. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. കുറച്ച് ദിവസമായാലും നമ്മൾ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് നമ്മുടെ ITR ഫയലിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബിസിയായി. So today I'm here with you guys to discuss regarding the TDS and TCS difference. നമ്മൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്ന സമയത്ത് ആക്ച്വലി കുറച്ചധികം ക്ലയൻസിൻ്റെ കൺഫ്യൂഷൻ ആയിരുന്നു. TDSും TCSും ഒന്നാണോ? അല്ലെങ്കിൽ ഇതാരാണ് കളക്ട് ചെയ്യേണ്ടത്? TDS ഡിഡക്ഷൻ ആണോ? TCSും ഡിഡക്ഷൻ ആണോ? എന്താണ് ഇത് തമ്മിലുള്ള ബേസിക് ഡിഫറൻസ്? എന്താണ്, ആരാണ് കളക്ട് ചെയ്യേണ്ടത്, ആരാണ് ഡിഡക്ട് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് വന്നായിരുന്നു. സോ ഐ തോട്ട് ഇന്ന് നമുക്ക് ആ ഒരു ബേസിക് കൺഫ്യൂഷനിൽ നിന്ന് തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. TDS വേഴ്സസ് TCS. ഒരുപാട് ആളുകൾക്ക് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള രണ്ട് ടാക്സ് ടേംസ് ആണ് TDS ആൻഡ് TCS എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോയിൽ TDSും TCSും തമ്മിലുള്ള ഒരു ബേസിക് ഡിഫറൻസ് എന്താണ്, ഇതിൻ്റെ ആപ്ലിക്കബിലിറ്റി എങ്ങനെയാണ് വരുന്നത്, ആരാണ് റെസ്പോൺസിബിൾ ടു ഡിഡക്ട് ആൻഡ് കളക്ട് ദ എമൗണ്ട്, എപ്പോഴാണ് ഈ കളക്ട് ചെയ്ത് അല്ലെങ്കിൽ ഡിഡക്ട് ചെയ്ത എമൗണ്ട് ഫയൽ ചെയ്യേണ്ടത്, ഗവൺമെൻറ്റിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് ആരാണ്, ആൻഡ് നമുക്കിത് നമ്മുടെ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ എങ്ങനെ ക്ലെയിം ചെയ്യാൻ സാധിക്കും എന്നിങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ കൂടി സംസാരിക്കാൻ പോകുന്നത്. TDS ആൻഡ് TCS, ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് ആൻഡ് ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ്. ഒരു സ്ഥലത്ത് ഡിഡക്ഷനും ഒരു സ്ഥലത്ത് കളക്ഷനുമാണ് നടക്കുന്നത്. അപ്പോൾ ആരാണ് ഈ ഡിഡക്ഷനും കളക്ഷനും നടത്തുന്നത്? നമുക്കതിന് TDSന്റെ കേസ് നോക്കാം. TDSന്റെ കേസിൽ ഇറ്റ്സ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ പേയർ. ഒരു പേയ്മെന്റ് നടത്തുന്നതിന് മുന്നേ പേയർ ആ ഒരു പേയ്മെൻറ്റിൻ്റെ മേലെ സർട്ടൻ പെർസെൻറ്റേജ് അഥവാ പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ഒരു പെർസെൻറ്റേജ് പേയ്മെൻറ്റിന് മുകളിൽ ടാക്സ് ഡിഡക്റ്റ് ചെയ്തുകൊണ്ട് ആ ഒരു പേയ്മെൻറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ TDS എന്ന് പറയുന്നത്. ഇങ്ങനെ ഡിഡക്റ്റ് ചെയ്ത എമൗണ്ട് അല്ലെങ്കിൽ ടാക്സ് പേയറിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഗവൺമെൻറ്റിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുക എന്നുള്ളത് ഓൺ ബിഹാഫ് ഓഫ് ദ റെസിപ്പിയൻറ്റ്. സോ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എംപ്ലോയർ ആൻഡ് എംപ്ലോയി റിലേഷൻ. ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒബ്വിയസ്ലി എംപ്ലോയർ ആണ് എംപ്ലോയിക്ക് പേയ്മെൻറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു എംപ്ലോയിയുടെ സാലറി ടാക്സബിൾ ലിമിറ്റിനേക്കാളും മുകളിലാണെങ്കിൽ ഇറ്റ്സ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ എംപ്ലോയർ ടു ഡിഡക്ട് ദ TDS ഫ്രം ഹിസ് സാലറി. അങ്ങനെ ഡിഡക്റ്റ് ചെയ്തതിന് ശേഷമുള്ള പേയ്മെന്റ് ആയിരിക്കണം സാലറിയായി എംപ്ലോയിക്ക് എംപ്ലോയർ നൽകേണ്ടത്. സോ ആരാണ് TDS ഡിഡക്റ്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇനി ഈ ഒരു TDSന്റെ ആപ്ലിക്കബിലിറ്റി എങ്ങനെയാണെന്നും കൂടി നോക്കാം. TDS ആപ്ലിക്കബിൾ ആകുന്നത് ഒരു വൈഡ് റേഞ്ച് ഓഫ് പേയ്മെന്റ്സിന് തന്നെയാണ് ആസ് പെർ ഡിഫറെൻറ്റ് സെക്ഷൻസ് ഓഫ് ഇൻകം ടാക്സ് ആക്ട്. ഫോർ എക്സാമ്പിൾ, സാലറിയുടെ കേസിലാണെങ്കിൽ 192 ആസ് പെർ സെക്ഷൻ 192 ആയിരിക്കും ടാക്സ് ഡിഡക്റ്റ് ചെയ്യേണ്ടത്. ആൻഡ് ഇന്നൊരു പ്രൊഫഷണൽ ചാർജസ് ആണെങ്കിൽ 194J, കോൺട്രാക്ട് ചാർജസ് ആണെങ്കിൽ 194C, റെൻ്റൽ എക്സ്പെൻസ് അല്ലെങ്കിൽ റെൻ്റൽ പേയ്മെൻറ്റ്സ് ആണെങ്കിൽ 194I. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ FDയുടെ മേലെ ബാങ്ക് നൽകുന്ന ഇൻട്രസ്റ്റ് ആണെങ്കിൽ ബാങ്ക് ആസ് പെർ സെക്ഷൻ 194A പ്രകാരം TDS പിടിച്ചുകൊണ്ടായിരിക്കണം ആ ഒരു ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് നൽകേണ്ടത്. സോ ഇങ്ങനെ ഡിഫറെൻറ്റ് സെക്ഷൻസ് പ്രകാരം ടാക്സ് പേയ്മെൻറ്റിന് മേലെ ഡിഡക്റ്റ് ചെയ്താൽ മാത്രം പോരാ. ഇങ്ങനെ ഡിഡക്റ്റ് ചെയ്ത എമൗണ്ട് ഗവൺമെൻറ്റിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടതും ഡിഡക്റ്ററിൻ്റെ റെസ്പോൺസിബിലിറ്റി ആണ്. സോ TDS പേയ്മെൻറ്റിൻ്റെ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് 7th ഓഫ് ദി ഫോളോയിങ് മന്ത് ആണ്. ഫോർ എക്സാമ്പിൾ, ഒക്ടോബറിലാണ് നിങ്ങളൊരു പേയ്മെൻറ്റിൻ്റെ മേലെ ടാക്സ് ഡിഡക്റ്റ് ചെയ്തതെങ്കിൽ ബിഫോർ 7th ഓഫ് നവംബർ നിങ്ങൾ ആ ഒരു ടാക്സ് എമൗണ്ട് ഗവൺമെൻറ്റിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യണം. ഇങ്ങനെ TDS പേയ്മെൻറ്റ് ഗവൺമെൻറ്റിലേക്ക് ചെയ്താൽ മാത്രം പോരാ, TDS റിട്ടേണും ഫയൽ ചെയ്യണം. ഡിപ്പെൻഡ്സ് നേച്ചർ ഓഫ് പേയ്മെൻറ്റ്, നിങ്ങൾ TDS ഫോംസ് കറക്റ്റായി ചൂസ് ചെയ്തുകൊണ്ട് TDS റിട്ടേണും ഫയൽ ചെയ്യണം.
അങ്ങനെ റിട്ടേൺ ഫയൽ ചെയ്താൽ മാത്രമേ റെസിപ്പിയന്റിന് ആനുവൽ റിട്ടേൺ അഥവാ ഇൻകം ടാക്സ് റിട്ടേൺ ഒക്കെ ഫയൽ ചെയ്യുമ്പോൾ എമൗണ്ട് ക്ലെയിം ചെയ്യാനൊക്കെ സാധിക്കത്തുള്ളൂ. TDS റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ചൂസ് ചെയ്യുന്ന ഫോംസ് ആണ്. നോൺ സാലറി പേയ്മെന്റ്സ് ആണെങ്കിൽ 26Qവും സാലറി പേയ്മെന്റ്സ് ആണെങ്കിൽ 24Qവും യൂസ് ചെയ്താണ് TDS റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. സോ ഇങ്ങനെ TDS റിട്ടേൺസ് ഫയൽ ചെയ്യാൻ വേണ്ടി ഡിഡക്ടർ ഷുഡ് ഹോൾഡ് എ ടാൻ നമ്പർ. TDS റിട്ടേൺ ഫയൽ ചെയ്തതിനു ശേഷം ഡിഡക്റ്റിക്ക് TDS സർട്ടിഫിക്കറ്റ് കൊടുക്കണം. സോ ദാറ്റ് ഡിഡക്റ്റിക്ക് ഇൻകം ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ TDS സർട്ടിഫിക്കറ്റ് യൂസ് ചെയ്തുകൊണ്ട് റീഫണ്ട് ക്ലെയിം ചെയ്യാനും സാധിക്കും. അടുത്തത് TCS, ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ്. അറ്റ് ദ ടൈം ഓഫ് സെയിൽ ഓഫ് സർട്ടൻ ഗുഡ്സ് ബയറിൽ നിന്നും സെല്ലർ ടാക്സ് കളക്ട് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു ബയർ സെല്ലറിൽ നിന്നും ഒരു മോട്ടോർ വെഹിക്കിൾ വാങ്ങിച്ചു. ആൻഡ് ഈ ഒരു വെഹിക്കിളിന്റെ സെയിൽസ് ഫിഗർ എന്ന് പറയുന്നത് 10 ലക്ഷത്തിന് മുകളിലേക്കാണെങ്കിൽ സെല്ലർ 1% TCSും കൂടി ബയറിൽ നിന്നും കളക്ട് ചെയ്യേണ്ടതാണ്. ഇങ്ങനെ കളക്ട് ചെയ്ത എമൗണ്ട് സെല്ലർ ഗവൺമെന്റിലേക്ക് റെമിറ്റ് ചെയ്യണം ഓൺ ബിഹാഫ് ഓഫ് ദി ബയർ. ഗവൺമെന്റിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തതിനു ശേഷം സെല്ലർ ഫോം 27EQ യൂസ് ചെയ്തുകൊണ്ട് ആസ് പെർ സെക്ഷൻ 206 ഓഫ് ഇൻകം ടാക്സ് ആക്ട് TCS റിട്ടേൺ ഫയൽ ചെയ്യണം. റിട്ടേൺ ഫയൽ ചെയ്തതിനു ശേഷം ബയറിന് TCS സർട്ടിഫിക്കറ്റും കൂടി നൽകണം. സോ ദാറ്റ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ബയറിന് ഈ TCS എമൗണ്ട് റീഫണ്ടായി ക്ലെയിം ചെയ്യാൻ സാധിക്കും. 27EQ ഫയൽ ചെയ്യാൻ വേണ്ടി കളക്ടർ അഥവാ സെല്ലറിന് ആവശ്യമായ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് കൂടി പറയാം. 1. TAN of the collector. 2. TAN of the buyer. 3. Total tax collected. 4. The chellan number used to deposit the tax collected. 5. The type of transaction on which the tax was collected. സോ ഇത്രയും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ സെല്ലർ അഥവാ കളക്ടറിന് ഫോം 27EQ ഫയൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. TCS കളക്ട് ചെയ്യേണ്ടതും ഗവൺമെന്റിലേക്ക് കളക്ട് ചെയ്ത എമൗണ്ട് റെമിറ്റ് ചെയ്യേണ്ടതും TCS റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതും ഒബ്വിയസ്ലി സെല്ലറിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. സോ ഏതെങ്കിലും ഒരു സെല്ലർ ഇത് ചെയ്യാതിരുന്നാൽ ദേ മേ ബി ലയബിൾ ഫോർ പെനാൽറ്റീസ് ആൻഡ് ഇൻട്രസ്റ്റ്. സോ ഇതെല്ലാമാണ് ബേസിക് ആയിട്ടുള്ള TDS ആൻഡ് TCSന്റെ ഡിഫറൻസസ് എന്ന് പറയുന്നത്. So I hope this video is really useful for you all. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.